ഹലോ അസ്സാം വലൈക്കും. നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ മക്കളെ, എന്താണ് വർത്താനം? എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നമുക്ക് സുഖമാണ്, അൽഹംദുലില്ലാ. അപ്പം എല്ലാവരും നമ്മളെ ഇന്നത്തെ ഒരു വീഡിയോ ഒക്കെ ഒന്ന് ഫുള്ളായിട്ടൊന്ന് കണ്ടോളിട്ടോ. അപ്പം എല്ലാവർക്കും ഉപകാരപ്പെട്ട ഒരു അടിപൊളി വീഡിയോ ആണ്. അപ്പം ഞാനിപ്പോൾ ഈ ഒരു മൈലാഞ്ചി ഇവിടെ കൊണ്ടുവന്ന് വെച്ചിട്ട് ഏകദേശം ഒരു മാസത്തോളമായിട്ടുണ്ടാവും. അപ്പം കൊണ്ടുവന്ന പിറ്റേന്ന് തന്നെ അരിച്ചിടണം എന്നൊക്കെ വിചാരിച്ചതാണ് കേട്ടോ. സത്യം പറഞ്ഞാൽ പറ്റ മറന്നു പോയിട്ടോ. അപ്പോൾ ഈ ഒരു മൈലാഞ്ചി തന്ന ആൾ ചിലപ്പോൾ എൻ്റെ വീഡിയോ ഇങ്ങനെ കാണുമ്പോൾ ഇവളിപ്പോഴും ഈ ഒരു മൈലാഞ്ചി അരിച്ചിട്ടില്ലേ എന്ന് വിചാരിക്കട്ടോ. അപ്പോൾ നോക്കുമ്പോൾ മക്കളെ, ഈ ഒരു ഇല ഇനി ഒന്നിനും പറ്റില്ല, അത്രയും നാശഘോഷങ്ങളായിട്ടുണ്ട് കേട്ടോ. വാടി എന്താ പറയുക, ഇലകളൊക്കെ കറുത്ത് പോയിട്ടുണ്ട് കേട്ടോ. അപ്പം ഇത് ഇനിയിപ്പോൾ ഇങ്ങനെ ചെയ്താൽ ഇപ്പോൾ ചോങ്ങൊന്നുമില്ല. അപ്പം ഞാനൊരു അടിപൊളി ടിപ്പാണ് കേട്ടോ ഇതിൽ കാണിക്കാൻ പോകുന്നത്. ഏത് കേട് വന്ന ഇലകളായാലും മൈലാഞ്ചിൻ്റെ ഇല ആയാലും ചീഞ്ഞ ഇല ആയാലും നമ്മൾ ഈ രണ്ട് കാര്യങ്ങൾ ഇട്ടുകാണ്ട് നമ്മൾ ഈ മൈലാഞ്ചിൻ്റെ ഇല ഒന്ന് അരച്ച് നോക്കിയാൽ നല്ല വെട്ടിത്തിളങ്ങുമെന്ന് പറയില്ലേ, നമ്മൾ ചോരക്കട്ട എന്ന് പറയില്ലേ, അതുപോലെ നല്ലോണം ചുവന്ന് തുടുതുടുപ്പായിട്ട് നിൽക്കൂട്ടെ നമ്മളെ കൈയൊക്കെ. അപ്പോൾ നമ്മൾ ചെറിയ മിക്സിയിൽ തന്നെ നിറയെ ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഈ മൈലാഞ്ചിൻ്റെ ഇലയൊക്കെ നിറയെ ഇട്ട് കൊടുത്തിട്ടില്ലെങ്കിൽ ശരിക്കും ഇങ്ങോട്ട് അരിയൂല കേട്ടോ. അപ്പോൾ ഞാൻ ഇതാ ഒരു നെല്ലിക്ക വലുപ്പത്തിൽ, നെല്ലിക്കൻ്റെ അത്ര ഒരു ചെറിയൊരു നാരങ്ങ വലുപ്പത്തിൽ നമ്മൾ പുളി ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഒരു 2-3 കറാമ്പൂവില്ലേ, അതും ഇട്ട് കൊടുത്തിട്ടുണ്ട്. പിന്നെ ഇതെന്താണെന്ന് വെച്ചാൽ നമ്മളെ കട്ടൻ ചായ ആണ് കേട്ടോ. ഒരു തുള്ളി വെള്ളത്തിൽ ഒരു സ്പൂണ് ചായപ്പൊടി ഇട്ടുകൊണ്ട് നല്ലോണം അങ്ങോട്ട് തിളപ്പിച്ച് ചൂടാറിയ ശേഷം ഞാൻ നമ്മളെ മിക്സിയിൽ പകുതി ഒഴിച്ച് കൊടുത്തിട്ടുണ്ട് കേട്ടോ. അത് പിന്നെ കുറച്ചീച്ച അടിക്കണതിനനുസരിച്ച് നമ്മൾ കുറച്ചീച്ച ഇങ്ങനെ വെള്ളം ഒഴിച്ച് കൊടുത്താലാണ് നമ്മളെ മൈലാഞ്ചി നല്ലോണം അരിയുള്ളൂ കേട്ടോ. അപ്പോൾ വെള്ളം ഒഴിച്ച് കൊടുത്താലും ചുവങ്ങും. അപ്പോൾ ഇച്ചിരി കട്ടൻ ചായ ആക്കി കൊടുത്താൽ അതിലേറെ ചുവന്ന് വരും കേട്ടോ നമ്മളെ മൈലാഞ്ചി. അപ്പോൾ ഏത് കേട് വന്ന ഇലകളായാലും ഇതുപോലെ ഒന്ന് ചെയ്ത് നോക്കേണ്ടിട്ടാ. അപ്പോൾ സൂപ്പറായിട്ട് നല്ലോണം നമ്മളെ മൈലാഞ്ചി ഒരു ഒറ്റ പ്രാവശ്യം ഇട്ടാൽ മതി കേട്ടോ. നല്ലോണം അങ്ങോട്ട് ചുവന്ന് അങ്ങോട്ട് വരും. അപ്പോൾ നമ്മളെ മൈലാഞ്ചിയൊക്കെ നല്ലോണം അരിഞ്ഞിട്ടുണ്ട്. ഞാൻ പിന്നെ ആ ബാക്കി കട്ടൻ ചായ ഇങ്ങനെ കുറച്ചീച്ച ഇങ്ങനെ ഒഴിച്ച് കൊടുത്തിട്ടുണ്ടേനി കേട്ടോ. അത് കാണിക്കാൻ വിട്ടു പോയതാണ്. അപ്പോൾ നല്ല അടിപൊളിയായിട്ട് അരിഞ്ഞിട്ടുണ്ട്. ഇനി നമുക്കതൊക്കെ ഒന്ന് കൈമലൊക്കെ ഒന്ന് ഇട്ട് നോക്കട്ടോ. അപ്പോൾ നമ്മളെ വീഡിയോ ഒക്കെ, ഈ ഒരു മൈലാഞ്ചിൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ഒന്ന് ലൈക്ക് അടിക്കുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ ഇങ്ങനെ ചെയ്യാത്തവരൊക്കെ ഉണ്ടെങ്കിൽ ഒന്ന് ചെയ്ത് നോക്കട്ടോ. അപ്പോൾ നമ്മളെ കൈമലൊക്കെ നല്ലോണം തൊപ്പി അങ്ങോട്ട് ഇടുക. എനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ഈ തൊപ്പി ഇട്ടുകാണ്ട് എന്താണ് മൈലാഞ്ചി ഇടാൻ, ഈ അരച്ച മൈലാഞ്ചി ഇടാൻ. അപ്പോൾ ഞാൻ കൈമലൊന്നും ആക്കിയിട്ടില്ല. ഈ സ്പൂണിൻ്റെ അടിഭാഗം ഉണ്ടല്ലോ, അതുകൊണ്ട് ഇങ്ങനെ ഇളക്കിയതാണ്. അപ്പോൾ കൈമലൊന്നും ആയിട്ടില്ല. അപ്പോൾ ഞാൻ ഈ തൊപ്പി ഇടുമ്പോൾ പിന്നെ നമ്മളെ 2 വിരലുമലാവുമല്ലോ, ആ 2 വിരലുമലേ മാത്രം ആയിട്ടുള്ളൊരു, അങ്ങനെ ശരിക്കും ഞാൻ കുറേയൊക്കെ ഞാൻ കൊള്ളി കൊണ്ട് ഇങ്ങനെ ഇട്ടതാണ് കേട്ടോ. പിന്നെ ഒന്ന് കൈ നമ്മൾ ലെവലാക്കണമല്ലോ കൈ കൊണ്ട്. എന്നിട്ട് തന്നെ എൻ്റെ കൈ ചുവന്നത് കണ്ടിട്ട് ഞാൻ അത്ഭുതപ്പെട്ടു പോയിട്ടോ. അപ്പോൾ അടിപൊളിയാണ്. അപ്പോൾ എല്ലാവരും ഇതൊന്ന് ചെയ്ത് നോക്കുക. അങ്ങനെ നമ്മളെ കൈമലിതാ നല്ല 10 കിലോന് തൂക്കം വരുന്ന മൈലാഞ്ചിനെ വിരലിന്മേൽ അങ്ങോട്ട് കട്ടിക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. കൈ പൊന്തുന്നില്ല കേട്ടോ. അപ്പോൾ അത്രക്കും ഞാൻ ഇട്ട് കൊടുത്തിട്ടുണ്ട്. കണ്ടില്ലേ, നമ്മളെ വിരലൊക്കെ, നമ്മളെ വിരൽ ഒന്നിങ്ങനെ നല്ല ലെവലാക്കിയിട്ടുള്ളൂ. കൈമലൊന്നും അധികം ആക്കിയിട്ടില്ല. ഒക്കെ കൊള്ളി കൊണ്ടാണ് വിരലിന്മേലൊക്കെ ആക്കിയത് കേട്ടോ. അപ്പം എന്നിട്ട് തന്നെ നമ്മളെ വിരലൊക്കെ നല്ല അടിപൊളിയായിട്ട് ചോന്നിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഒരുപാട് ടൈം ഞാൻ ചോറൊക്കെ നേരത്തെ തിന്ന് ഒരു 12:30-കൊക്കെ ചോറ് തിന്ന് ഒരു ളുഹർ നിസ്കരിച്ച് കഴിഞ്ഞാൽ ഇട്ടിട്ട് ഞാൻ ഇതിപ്പോൾ എളാന്നറിയോ ഊരുന്നത്. ഞാനൊരു 5:30 സമയം ഞാൻ അസറൊന്നും നിസ്കരിക്കാതെ നിന്നത്, കുറച്ച് നേരം അവിടെ നിന്നോട്ടെ എന്നിട്ട് നിസ്കരിക്കാമെന്നൊക്കെ വിചാരിച്ചിട്ട്. അപ്പം ഉണങ്ങിയിട്ടൊന്നുമില്ല കേട്ടോ, അത്രയും കട്ടിക്ക് അങ്ങോട്ട് ഇട്ട് കൊടുത്തിട്ടുണ്ട്. നല്ല അടിപൊളിയായിട്ട് ഒരൊറ്റ പ്രാവശ്യം ഇട്ടപ്പത്തിന് നമ്മളെ കൈയൊക്കെ നല്ലോണം
ചോന്നിട്ടുണ്ട് കേട്ടോ. ഇതിപ്പം പിന്നെ പിറ്റേന്ന് ഞാൻ എടുത്ത വീഡിയോ ആണ് കേട്ടോ. അപ്പോൾ എൻ്റെ കൈയിൻ്റെ ഉള്ളനടിയിലൊക്കെ ഞാൻ ഒന്നിങ്ങനെ ഇട്ടുകാണ്ട് പിന്നെ അപ്പം തന്നെ ഞാൻ ഒഴിവാക്കി. പിന്നെ അതും ഇട്ട് ഇങ്ങനെ നടക്കാനൊന്നും നമുക്കിവിടെ സമയമില്ല, മക്കൾക്കൊക്കെ ഓരോ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ടേനി. അപ്പോൾ അത് കണ്ടില്ല, പിറ്റേന്നായോക്കുമ്പോൾ വേറൊരു കളർ കേട്ടോ, ഒരു കറുത്തും കൊണ്ട്. അപ്പോൾ ഞാനിതുപോലെ 2-3 പ്രാവശ്യം ഇട്ട് കൊടുത്തിട്ടുണ്ടെങ്കിൽ എന്താവും സ്ഥിതി. എനിക്ക് ഈ ചുവപ്പാണ് കേട്ടോ ഇഷ്ടം. അപ്പോൾ നമ്മളെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ഞാൻ പറഞ്ഞ പോലെ, അപ്പോൾ എല്ലാവരോടും അസ്സലാമു അലൈക്കും.